എല്ലാവർക്കും കോക്ടെയിലിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. സഹകരണ സമരത്തിലെ സഹകരണം ഉറപ്പുവരുത്തി നിയമസഭ പ്രമേയം പാസാക്കി. ഭരണപക്ഷവും പ്രതിപക്ഷവും സമരത്തിനായി ഭായി ആയി ഒരേ മനസ്സോടെ കൈകോർത്തു പിടിച്ചാണ് പ്രമേയം കൊണ്ടുവന്നത്. ഒരാൾ മാത്രം പക്ഷേ ഈ പ്രമേയത്തെ എതിർത്ത് കളഞ്ഞു. മറ്റാരുമല്ല, നമ്മുടെ രാജേട്ടൻ. രാജ്യസ്നേഹികളുടെ പാർട്ടിയിൽ നിന്ന് MLA ആയി വന്നതുകൊണ്ട് പാവം രാജേട്ടന് എതിർക്കാതെ രക്ഷയില്ലല്ലോ. അതുകൊണ്ട് എതിർത്തു. എന്നാൽ എതിർക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഭരണപക്ഷവും പ്രതിപക്ഷവും പാവം രാജേട്ടനെ ഒരുമിച്ച് പഞ്ഞിക്കിട്ടു. ഏറെ ആഗ്രഹിച്ചു കിട്ടിയ MLA പണി കളഞ്ഞ് ഓടിപ്പോയാലോ എന്ന് വരെ ചിന്തിച്ചു കാണണം രാജഗോപാലേട്ടൻ. ഇവിടെ ഒരു വശത്ത് ഡെപ്പോസിറ്റ് പിൻവലിപ്പിക്കുന്നതിനുള്ള നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ശരി എന്ന് പറഞ്ഞ് ബാങ്ക് നിൽക്കാൻ തീരുമാനിച്ചാൽ കിട്ടാനുള്ള 40,000 രൂപയിൽ നിന്ന് ആഴ്ചയിൽ 24,000 രൂപ ഒരു ബാങ്കിന് പിൻവലിക്കാം എന്ന് തോന്നുന്നത്. ഇവിടെ ഇടതുഭാഗത്തു നിന്നും വലതുഭാഗത്തു നിന്നും ഒരേപോലെയുള്ള അക്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനും നരേന്ദ്രമോദിക്കും BJPക്കും എല്ലാം അങ്ങനെ പല തരത്തിലുള്ള ഓരോരുത്തരുടെയും ഭാവനാവിലാസം അനുസരിച്ചിട്ടുള്ള ഓരോരോ ആരോപണങ്ങളൊക്കെ ഇവിടെ നടക്കും. എല്ലാവരുടെയും ആക്ഷേപം ഞാൻ ശ്രദ്ധാപൂർവ്വം ഇത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാവണം. ഭരണപക്ഷവും പ്രതിപക്ഷവും രാജേട്ടനോട് കാണിച്ചത് എന്തായാലും കണ്ണിൽ ചോരയില്ലാത്ത പരിപാടിയായിപ്പോയി. MLA ആയി പറഞ്ഞു വിട്ടതുകൊണ്ട് സഭയിൽ വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. വലിയ ശല്യമൊന്നും ഇല്ല. എന്നിട്ടും പാവം രാജേട്ടനെ ഇങ്ങനെ പീഡിപ്പിച്ചതിന് ഇരുപക്ഷവും മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, അദ്ദേഹം സംസാരിക്കട്ടെ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്നതായിട്ടുള്ള ഈ പണമൊക്കെ തന്നെ ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരമാണ്. അതിന് ഫലവത്തായിട്ടുള്ള ഒരു ചികിത്സ ആവശ്യമാണ്. കുറച്ച് കാലങ്ങളായി തുടങ്ങിയിട്ടുള്ളതാണ്. 10-70 കൊല്ലം നടന്നിട്ടുള്ളതായ ഈ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന സാഹചര്യത്തിന് ഒരു അറുതി ഉണ്ടാക്കണം. ഈ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന സാഹചര്യത്തിന് ഒരു അറുതി ഉണ്ടാക്കണം. അറുതി ഉണ്ടാക്കാനുള്ള ഒരു ഡോസ്, ഒരു ചികിത്സയാണ് നടത്തിയിട്ടുള്ളത്. രാജേട്ടനെ ഉപദ്രവിച്ചത് മതി. ഇനി സഭയിലെ പ്രമേയത്തിലേക്ക് വരാം. സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞ PC ജോർജ് സാർ പക്ഷേ ഇപ്പോൾ പഴയ PC അല്ല. മോദിജിയും അംബാനിമാരുമായുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴവും പരപ്പും ഗവേഷണം നടത്തി കണ്ടെത്തിയ ശേഷമാണ് PC സഭയിൽ പ്രസംഗിക്കാനെത്തിയത്. ഇന്ത്യയിലെ സമ്പന്നന്മാർ മുഴുവൻ അറിഞ്ഞില്ലേ? സമ്പന്നന്മാർ അറിയാതെയാണോ സാർ നോട്ട് നിരോധിക്കാൻ? സർ, അദാനി, മുകേഷ് അംബാനി, ഗൗതം അദാനി, GMR റാവു, വീഡിയോകോൺ ഇൻഡസ്ട്രീസ്, SR ഇൻഡസ്ട്രീസ്, രവി രൂപ, കൈലാസ്, ഇവരൊക്കെ സാർ അതിന് അക്കൗണ്ട് മാത്രം മതി സാർ. 1,38,761 ലക്ഷം കോടി രൂപ ലോൺ റിലയൻസ് ഉണ്ട് സാർ മുകേഷ് അംബാനിക്ക്. എന്തുകൊണ്ട് അത് പിടിക്കുന്നത് സാർ? ഇവിടെ പാവപ്പെടാൻ 5 രൂപയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അത് കിട്ടാതിരിക്കുക. ഇതുപോലുള്ള അദാനിമാരും ഗൗതം, അതുപോലെ വീഡിയോകോൺ ഉൾപ്പെടെയുള്ള സമ്പന്നന്മാർക്ക് മുഴുവൻ കച്ചവടം ചെയ്ത് ഇന്ത്യ രാജ്യത്ത് വിൽക്കുന്ന നാണം കെട്ട ഒരു പ്രാഞ്ചിയട്ടനായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സർ. കഴിഞ്ഞ 10-12 ദിവസമായി വഴിയെ പോകുന്നവരെല്ലാം മോദിജിയെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാണ് ദിവസം തള്ളി നീക്കുന്നത്. മോദിജി മറക്കാൻ ശ്രമിക്കുന്ന ആ 15 ലക്ഷത്തിന്റെ കഥ വീണ്ടും മുഖ്യമന്ത്രി എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. സർ, BJP തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രചരണം രാജ്യത്തിന് പുറത്ത് വലിയ തോതിൽ കള്ളപ്പണം കിടക്കുക. ആ കള്ളപ്പണം മുഴുവൻ ഞാൻ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് 15 ലക്ഷം വീതം നിങ്ങൾ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞത്. സർ, എന്തായി കള്ളപ്പണത്തിന്റെ കഥ? 900 പേരുടെ ലിസ്റ്റ് തലയണക്കടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. മോദിജി നടപ്പിലാക്കിയ നോട്ട് പരിഷ്കരണം പശുസ്നേഹികളുടെ കരണത്തടിക്കുന്നതായി പോയി എന്ന ആധിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പങ്കുവെക്കുന്നത്. മോദിജിയെ ഭാരതത്തിലെ ഹിറ്റ്ലർ എന്ന് വിളിക്കുകയും ചെയ്തു കുഞ്ഞാലിക്കുട്ടി സാഹിബ്. നിങ്ങൾ എനിക്കൊരു 50 ദിവസം തരൂ, ഞാനൊക്കെ ശരിയാക്കി തരാം എന്നാണ് പ്രധാനമന്ത്രി. 50 ദിവസം വെള്ളം കുടിക്കാതെ മനുഷ്യനിരിക്കാൻ കഴിയുമോ? 50 ദിവസം പട്ടിണി കിടന്ന് 50 ദിവസം വെള്ളം നനക്കാതെ ഇരുന്ന ഇവിടുത്തെ നെൽപ്പാടങ്ങൾ ഉണങ്ങിപ്പോകൂലേ ഇന്ത്യയിൽ? അതുപോലെ തന്നെ ഇവിടെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് 50 ദിവസം തീറ്റ കൊടുക്കാൻ നമ്മുടെ പശു പിന്നെ ഉണ്ടാവുമോ? പശുവിനെ കൊല്ലാൻ പാടില്ല, പക്ഷെ 50 കൊല്ലം തീറ്റ കൊടുക്കാൻ അത് നിൽക്കുമോ?
കിട്ടിയത് അല്ല 50 ദിവസം അതെ ഗോമാത നിൽക്കൂലല്ലോ, അതല്ലേ പ്രശ്നം. കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാന നായകനാവാൻ തയ്യാറെടുക്കുന്ന സുധീരൻജിയുടെ അധിക പ്രസംഗങ്ങളാണ് ഇനി. സുധീരൻജിക്ക് സഹകരണ സമരത്തിൽ സഹകരിക്കാൻ ഒരു നിർവാഹവുമില്ലത്രേ. പുള്ളിക്കാരൻ സ്വന്തമായി സമരം പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് അന്യരുടെ സമരങ്ങൾക്ക് കൊട്ടേഷൻ പിടിക്കാൻ താല്പര്യമില്ല പോലും. മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ സഹകരിച്ച് സമരം നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ ആ ചെന്നിത്തലാജിയെയും ചാണ്ടി സാറിനെയും ശരിയാക്കിയിട്ട് മതി ഒന്നിച്ചുള്ള സമരം എന്നതാണ് സുധീരൻജിയുടെ ഒരു ലൈൻ. നമ്മുടെ അജണ്ടയിൽ ഇപ്പോഴത് ഇല്ല. കൃത്യമായി പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് നയിക്കുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് ഏത് പ്രശ്നമായാലും സമരരംഗത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സ്വന്തം ശക്തിയിൽ നിന്നുകൊണ്ട് തന്നെ സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇത് മറ്റൊരാളെ ആശ്രയിക്കേണ്ട, മുന്നണിക്ക് പുറത്തുള്ള ഒരാളെ ആശ്രയിക്കേണ്ട ഒരാവശ്യം ഇപ്പോഴില്ല എന്നുള്ളത് കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തകർക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി, സഹകരണ പ്രസ്ഥാനത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന CPM, രണ്ടുപേരുടെയും ശൈലി ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, വളരെ സ്നേഹപൂർവ്വം തന്നെ അവരോട് പറഞ്ഞത്, കോൺഗ്രസിന് സമരം നടത്താൻ, UDF-ന് സമരം നടത്താൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ല. നരേന്ദ്രമോദിക്കെതിരെ, BJP-ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, സമരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നു പൊരുതാൻ എക്കാലവും കോൺഗ്രസ് ജനങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. സുധീരൻജിയോട് പറയാതെ ആ ചെന്നിത്തലാജിയോടും ചാണ്ടി സാറിനോടും മുഖ്യമന്ത്രിക്ക് ഉറപ്പ് കൊടുക്കാൻ ആര് പറഞ്ഞു? സമരം ചെയ്യാനൊക്കെ സുധീരൻജിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അത് പറയേണ്ടത് ചെന്നിത്തലാജിയും ചാണ്ടി സാറുമല്ല, താനാണെന്നാണ് സുധീരൻജി പറഞ്ഞു വെക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചിട്ടാണ് ഇടപെടുന്നത്. വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് UPA ഭരണകാലത്താണ് ഉണ്ടായത്. അന്ന് ആ റിപ്പോർട്ടിനെതിരായിട്ട് കേരള നിയമസഭയിൽ ഇടതുപക്ഷവും UDF-ഉം ഒന്നിച്ചിട്ടാണ് നിലപാടെടുത്തത്. അതേ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇപ്പോൾ സുധീരൻ എന്താണ് കഴിയാത്തത്? ഇതിൻ്റെ കാരണം കോൺഗ്രസിനകത്തുള്ള അദ്ദേഹത്തിന് സഹകരണ രംഗത്തുള്ള താല്പര്യത്തെക്കാൾ ഉപരി അദ്ദേഹത്തിന് എതിർ ഗ്രൂപ്പുകാരെ ശരിപ്പെടുത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അയ്യോ അതല്ല ഉണ്ണേട്ടാ. വേണ്ടടാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ കൃഷ്ണൻ ഉണ്ണിക്കുണ്ട്. കുന്തുണ്ട്. എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെളിച്ചു പറയടാ. പോത്തിന്റെ ചെവിയിൽ വേദമോതരുത്, അതല്ലേടാ നീ ഉദ്ദേശിച്ചത്? മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്. ഇത് സംഭവിച്ചത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയെ പോയി കണ്ട് UDF-ലെ നേതാക്കന്മാർ എന്ന നിലയിൽ പോയി കണ്ടു. കുഞ്ഞാലിക്കുട്ടിയാണ് അവർ ഒരു നിലപാടെടുത്തു. ആ നിലപാട് സുധീരനോട് ചോദിച്ചിട്ടുണ്ടാവില്ല. അന്ന് അദ്ദേഹം നാട്ടിലുണ്ടായിട്ടില്ല, വിദേശത്തായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കാതെ ഒരു നിലപാടെടുത്തത് കൊണ്ട് എന്നാൽ ഞാൻ ശരിപ്പെടുത്തി തരാം. ഇതാണ് സുധീരൻ എടുത്തിരിക്കുന്ന നിലപാട്. അല്ലാണ്ട് മറ്റീൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല. തൻ്റെതായ മാർഗത്തിലൂടെ ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ പോകുന്ന സുധീരൻജിക്ക് സംഭവിക്കാൻ പോകുന്ന അവസ്ഥ ഇതായിരിക്കും. അങ്ങനെ മണിയാശാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ നിന്നും വരുന്ന മണിയാശാൻ മന്ത്രിസഭയിൽ ഹൈ റേഞ്ചിൽ തന്നെ പ്രവർത്തിക്കും എന്നാണ് ഉറപ്പ് തന്നിട്ടുള്ളത്. MM മണി ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിൽ ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.